നമുക്കിത് സ്ക്രീനിൽ പറഞ്ഞുകൊണ്ട് തന്നിരുന്നത്. ഇന്ന് മുതൽ നിങ്ങളിൽ ഓരോരുത്തരായിട്ടാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് ഈ ക്ലാസ് തരാൻ പോകുന്നത് അമ്പലമേട് നിന്നും മഞ്ജു മാഡമാണ് നമുക്ക് ഈ ക്ലാസ് തരാൻ പോകുന്നത്. എന്താണ് RCM, RCMയിലൂടെ എന്തൊക്കെ ആനുകൂല്യം കിട്ടും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു കയ്യടിയോട് കൂടി മഞ്ജു മാഡത്തിനെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം മഞ്ജു മാഡം. ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ക്ലാസ് പറയാൻ പോകും. എൻ്റെ പേര് മഞ്ജു, അമ്പലമേട് താമസിക്കുന്നു. ഞാൻ RCMൽ ഒരു ഈഗൽ ലെവലിൽ നിൽക്കുന്നു. അതിൽ തന്നെ ഞാൻ നന്ദി പറയുകയാണ് സുരേഷ് സാറിനോട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയതിന്. നമുക്ക് തുടങ്ങാം. ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ഒരു വലിയ തുടക്കം. ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തുടങ്ങിയത് 1990കളിലാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് 1990കളിലാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത സ്ലൈഡുകളിൽ കാണാം. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരു സാധാരണക്കാരന് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും? കുറഞ്ഞ നിക്ഷേപത്തിൽ ബിസിനസ് തുടങ്ങാം. വലിയ കടയോ ഓഫീസോ ഇല്ലാതെ ചെറിയ തുകയിലൂടെ തുടങ്ങാം. അതായത് നമ്മൾക്കറിയാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെത് തന്നെയാണ് ഏകദേശം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരാൾക്ക് പ്രോഡക്റ്റ് വിൽക്കാം, അതിലൂടെ നമുക്കൊരു കമ്മീഷൻ ലഭിക്കും. അതുകൂടാതെ നമ്മൾ മറ്റൊരാളെ കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ ചേർക്കുന്ന ആളുകൾ പ്രോഡക്റ്റ് വിൽക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കുന്നതിലൂടെ അതിലൂടെയും ഒരു കമ്മീഷൻ നേടുന്ന ഒരു രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കമ്മീഷൻ കിട്ടും, നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടും, അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ആളുകളിലൂടെ അവർക്കും കമ്മീഷൻ കിട്ടും, അതുപോലെ നമുക്കും ഒരു കമ്മീഷൻ കിട്ടും. ഇതിനെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും? അധിക വരുമാനം. ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും പാർട്ട് ടൈം ആയിട്ടുള്ള വരുമാനം ലഭിക്കും. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സാധാരണ ഒരു ജോലി കൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ വരുമാനം കൂടി കണ്ടെത്തിയാൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോവുകയുള്ളൂ. അതിന് പറ്റിയ ഏറ്റവും സാധാരണമായ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമുക്ക് കഴിയാവുന്നത്ര രീതിയിൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നമുക്ക് ഇതിലൂടെ പുതിയ ആളുകളെ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും എന്ന് പറഞ്ഞാല് നമുക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് വളർത്തുന്നതിനോടൊപ്പം സൗഹൃദങ്ങളും ബന്ധങ്ങളും വർദ്ധിക്കും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് കഴിവുകൾ വളരും. ആളുകളെ നയിക്കാനും സംസാരിക്കാനും ടീം മാനേജ് ചെയ്യാനും പഠിക്കാം. അടുത്തതായിട്ട് പ്രോത്സാഹനങ്ങളും അവാർഡുകളും ലഭിക്കും. അതായത് നമുക്ക് ഇന്ന് വരെ എന്തെങ്കിലും പ്രോത്സാഹനങ്ങൾ നമ്മൾ നിലവിൽ ജോലി ചെയ്യുന്നിടത്തുനിന്ന് കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോത്സാഹനങ്ങളും അവാർഡുകളും എല്ലാം ലഭിക്കും. കമ്പനികൾ ഇൻസെന്റീവ്സ്, ടൂർസ്, ഗിഫ്റ്റ്, ബോണസ് ഇതെല്ലാം നൽകുന്നുണ്ട്. അതുപോലെ നമുക്കുള്ള കഴിവുകൾ ഉണർത്തണമെങ്കിൽ നമ്മൾ പുതിയ ഒരു സിസ്റ്റത്തിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നിന്നാൽ നമുക്ക് യാതൊരുവിധ കഴിവുകളും നമുക്ക് വളർത്താൻ കഴിയില്ല. അതുപോലെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭിക്കും. നമ്മൾ ഇന്നറിയാം നമുക്ക് നോർമലി പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് മേടിക്കുന്നതെന്ന്. നമുക്ക് വളരെയധികം പൈസ നമ്മൾ പണിയെടുക്കുന്ന പൈസ കൊടുത്താണ് മേടിക്കുന്നതെങ്കിൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുന്നുണ്ട്. അതുപോലെ സ്വയം വിശ്വാസം വർദ്ധിക്കും. അറിയാല്ലേ, നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചാൽ നമ്മൾ മറ്റുള്ള ആളുകളെ എത്രത്തോളം കാണുന്നു അത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വരുമാനത്തിന് പരിധിയില്ല. നമ്മളൊരു ടീമിനെ കറക്റ്റ് ആയിട്ട് വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ആ ടീമിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന് പരിധികളില്ല. ഒരു ജോലി സ്ഥലത്ത് ഒരു ജോലി ചെയ്യണമെങ്കിൽ അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. അത് നമ്മൾ എത്ര കൂടുതൽ ചെയ്താലും എത്ര എഫേർട്ട് ഇട്ടാലും നമുക്ക് അതിൽ നിന്നൊരു വളർച്ചയില്ല. പക്ഷെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വരുമാനത്തിന് അനന്ത സാധ്യതകളാണ്. നമ്മൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് വരുമാനം നേടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളും പരിചയങ്ങളും വളർത്തിക്കൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ഒരേ ഒരു മാർഗം ഉണ്ടെങ്കിൽ അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ്.
അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത കുറവായാലും നമുക്ക് ഇതിൽ വിദ്യാഭ്യാസ യോഗ്യത വേണമെന്ന് നിർബന്ധിക്കുന്നില്ല. കാരണം ഒരു സാധാരണക്കാരനും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവർക്കും ഒരു വീട്ടമ്മക്കാണെങ്കിലും ആർക്കും നമുക്ക് ചെയ്യാവുന്ന ഒരു അവസരമാണ്. വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാം, അതുപോലെ ജോലിയോടൊപ്പം ചെയ്യാം. വീട്ടമ്മമാർക്ക് ഒരു അവസരം, വീട്ടിൽ തളച്ചുകൂടി ആ വീട്ടിലെ പണി മാത്രം ചെയ്ത് ജീവിതം അങ്ങോട്ട് കഴിച്ചു കൂട്ടുന്നവർക്ക് നമുക്കൊരു വരുമാന മാർഗം കാണിച്ചു വരുന്ന ഒരു നേരായ മാർഗമാണ്. അതുപോലെ സ്വന്തം സമയത്തിന് ജോലി ചെയ്യാം. ഇവിടെ ഒരു ബോസ് വന്ന് നിങ്ങൾ ഇത്ര നേരം പണിയെടുക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ അത് തീർക്കണം, അങ്ങനെ ഒത്തിരി നമ്മൾക്ക് പ്രഷറൊന്നും അടുപ്പിക്കുന്നില്ല. നമ്മളുടെ സമയമാണ്, നമുക്ക് നമ്മളുടേതായ രീതിയിൽ ജോലി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ വിദ്യാഭ്യാസം കുറവായാലും പഠിക്കാം, വളരാം. നമുക്കിപ്പോ ഒരുപാട് നമ്മളുടെ എന്താണ് പഠിക്കണ കാലത്ത് ശരിക്കും പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് പഠിപ്പ് നിർത്തി പിന്നീട് ഉയർന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റാതെ സങ്കടപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എവിടെയെങ്കിലും ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഠിച്ചു വളരാനുള്ള ഒരു സാധ്യത ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സിസ്റ്റം തന്നെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. സ്ത്രീകൾക്കായാലും പുരുഷനാണെങ്കിലും ഏത് പ്രായമായവർക്കാണെങ്കിലും ഇതിൽ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അനന്ത സാധ്യതയുള്ള ഒരു സിസ്റ്റം തന്നെയാണിത്. നമ്മൾ പറഞ്ഞു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അനന്ത സാധ്യതയുള്ളതാണെന്ന്. പക്ഷെ അത് എങ്ങനെ തെരഞ്ഞെടുക്കാം? ഒരു നല്ലൊരു മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് എങ്ങനെ തെരഞ്ഞെടുക്കാം? ഒന്നാമത്തേതായിട്ട് നിയമാനുസൃതമായി രജിസ്റ്റർ ചെയ്ത കമ്പനിയാണോ? അതായത് നമ്മളൊരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും. അത് നിയമാനുസൃതമായിട്ട് രജിസ്റ്റർ ചെയ്തതാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഇന്ത്യയിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്തതും GST, പാൻ തുടങ്ങിയ രേഖകൾ ഉള്ളതുമായിരിക്കണം ആ ഒരു കമ്പനി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുണ്ടോ? രണ്ടാമത്തേതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഗുണമേന്മയുണ്ടോ എന്ന്. ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങി അതിൽ ഗുണമേന്മയുള്ളതാണോ എന്ന് ആദ്യം അറിയണം, അല്ലെ? നമുക്ക് ആളുകൾക്ക് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളായിരിക്കണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അത് അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ ആ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെതായ ഗുണമേന്മകള് ഇതെല്ലാം, അതായത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഉള്ള കമ്പനി ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ വരുമാനം ഉൽപ്പന്ന വിൽപ്പനയിൽ നിന്നാണോ? അംഗങ്ങളെ ചേർക്കുന്നതിൽ നിന്ന് മാത്രം പണം കിട്ടുന്ന രീതിയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വെറുതെ ആളുകളെ ചേർക്കുന്നത് കൊണ്ട് മാത്രം പൈസ കിട്ടണം അങ്ങനെയുള്ള ഒരു കമ്പനിയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വെറുതെ ആളുകളെ ചേർക്കുന്നതിനല്ല കമ്പനി പൈസ തരുന്നത്, അതിന്റെ ഉൽപ്പന്നങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ആയിരിക്കണം. ആളുകളെ ചേർക്കാനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആളുകളെ ചേർത്ത് പോകും. അതല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വേണ്ടത്. കറക്റ്റ് ആയിട്ട് ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മേടിക്കുന്നതിലൂടെ കമ്മീഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കണം. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ കമ്പനിക്ക് നല്ലൊരു പേരുണ്ടോ? വിപണിയിൽ വിശ്വാസ്യതയും നല്ല അഭിപ്രായമുള്ള കമ്പനി ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. നമുക്കറിയാം നമ്മളിവിടെ വന്നിരിക്കുന്നതും നമ്മളിന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതും RCM എന്ന കമ്പനിയെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ആ കമ്പനിക്ക് 26 വർഷത്തെ സേവനമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോഴും അതിന് എത്ര വർഷമായിട്ട് അത് നിലവിൽ നിൽക്കുന്നുണ്ട്, അതിന് വിശ്വാസ്യതയുണ്ടോ, അതിലേക്ക് ആളുകളുണ്ടോ, അതിൽ നല്ല നല്ല ലീഡേഴ്സ് ഉണ്ടോ, നമ്മളെ കെയർ ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ടോ, നമുക്ക് അറിവ് പറഞ്ഞു തരാൻ ആളുകളുണ്ടോ, ഇതെല്ലാം ചേർന്ന ഒരു കമ്പനിയിലായിരിക്കണം നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അതായത് വിശ്വാസ്യത വേണം, പരിചയം വേണം, സുരക്ഷിത നിക്ഷേപം, ഇതെല്ലാം ഉള്ള നല്ലൊരു കമ്പനി ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതെ, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ട്രെയിനിങ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ടോ. അതായത് നമ്മള് പുതിയ ആളുകളെ വളരാൻ സഹായിക്കുന്ന പരിശീലനവും മാർഗനിർദ്ദേശവും ഉണ്ടായിരിക്കണം.
നല്ലൊരു ലീഡേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ കമ്പനി വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ പ്രാവശ്യവും ട്രെയിനിങ്ങും അതുപോലെ നമുക്ക് എന്തൊരു സംശയം വന്നാലും ചോദിക്കാനായിട്ട് നല്ലൊരു ലീഡറും ഉണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം നമ്മളെ നയിക്കുന്ന ലീഡേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കമ്പനിക്ക് നല്ല ലീഡേഴ്സ് ഉണ്ടോ, നമുക്കതിൽ സപ്പോർട്ട് നൽകുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് പറയുന്നത് വിലകൾ ന്യായമാണോ അല്ലെ. സാധാരണ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമ്മൾ പ്രോഡക്റ്റുകൾ മേടിക്കുമ്പോൾ ചില മറ്റൊരു കമ്പനികൾ ഭയങ്കര റേറ്റ് കൂട്ടുകയാണെങ്കിൽ ആളുകൾ അത് സ്വീകരിക്കോ? ഇല്ല. അതായത് ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണോ ഉള്ളതെന്നും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ പൊതു മാർക്കറ്റിലെ വിലയും അതായത് അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള അതായത് ന്യായ വിലയുണ്ടോ എന്നുള്ളത് സാധാരണ മാർക്കറ്റുമായിട്ട് താരതമ്യം ചെയ്തിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ റേറ്റ് കുറവാണെങ്കിൽ ഏറ്റവും അധികം ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് റേറ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. പൊതു മാർക്കറ്റിംഗിലെയും അല്ലാതെ RCM പോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളിലെ മാർക്കറ്റ് വിലകൾ തമ്മിൽ താരതമ്യം ചെയ്തിരിക്കണം. നമുക്ക് പറഞ്ഞു കൊടുക്കാനും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ വർഷം, ചരിത്രം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കമ്പനി എന്നാണ് ഉത്ഭവിച്ചത്, കമ്പനിയുടെ മാനേജർ ആരാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർ ആരാണ്, ഈ കമ്പനിക്ക് എത്ര നാളത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്നും അതുപോലെ തന്നെ ഇത് എത്ര നാളായി കറക്റ്റ് റണ്ണിങ്ങിലാണോ എന്നും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷമായിരിക്കണം നമ്മളൊരു കമ്പനിയിലേക്ക്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് വർക്കിങ്ങിനായിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് ആക്റ്റീവ് ആകേണ്ടത്. അതിന് നമ്മൾ എന്തായാലും കമ്പനിയുടെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ വരുമാന വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാണോ? കറക്റ്റ് ആയിട്ട് നമ്മൾ അന്വേഷിക്കണം. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. വേഗത്തിൽ കോടീശ്വരൻ പോലുള്ള അതിരുകടന്ന വാഗ്ദാനങ്ങൾ സംശയത്തോടെ കാണുക. നമ്മളോട് ആരെങ്കിലും വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൈസക്കാരനാകാം, ഒരുപാട് നിങ്ങൾക്ക് വരുമാനങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും, ഇങ്ങനെയെല്ലാം പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു കമ്പനിയും എത്രയും പെട്ടെന്ന് കോടീശ്വരനാക്കാനുള്ള വഴികളൊന്നും കണ്ടെത്തി തരാറില്ല. നമ്മൾ കഷ്ടപ്പെട്ട് കമ്പനി എന്താണെന്ന് പഠിച്ച്, പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ച് അതിലേക്ക് ഇറങ്ങി തിരിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വരുമാനം നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആരുടെയെങ്കിലും മോഹന വാഗ്ദാനങ്ങളിൽ വീണിട്ട് നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് തിരിയരുത്. അതിന് പകരം കറക്റ്റായിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെയുള്ളത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ റീഫണ്ട്, റിട്ടേൺ പോളിസി ഉണ്ടോ? അതായത് നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുന്നു, അത് മേടിച്ചിട്ട് നമുക്ക് അതിപ്പോ താല്പര്യമില്ല അല്ലെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് തിരിച്ച് എടുക്കാൻ ഒരു സൗകര്യമുള്ള കമ്പനിയാണോ എന്ന് ഓർക്കണം. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു, ആൾക്കത് വേണ്ടെങ്കിൽ പിന്നെ അത് കമ്പനി റിട്ടേൺ എടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉൽപ്പന്നങ്ങൾ തിരികെ നൽകാൻ സൗകര്യമുള്ള ഒരു കമ്പനി ആയിരിക്കണം. അതുപോലെ റീഫണ്ട് പ്രക്രിയ ഉണ്ടോ എന്നറിയണം. അതുപോലെ ഉപഭോക്താവിന്റെ വിശ്വാസം, ഓരോ ഉപഭോക്താവിന്റെയും വിശ്വാസമാണ് കമ്പനിയുടെ വളർച്ച. അതുകൊണ്ട് റീഫണ്ട് അല്ലെ റിട്ടേൺ പോളിസി ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതുപോലെയുള്ള കമ്പനികളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാനും വർക്ക് ചെയ്യാനും. അതായത് നമ്മൾക്കത് സ്വയം ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് ആത്മവിശ്വാസത്തോടെ ശുപാർശ ചെയ്യാനും കഴിയുന്ന ഉൽപ്പന്നമായിരിക്കണം. അതിന് നമ്മൾ ആദ്യം വേണ്ടത് ആ ഉൽപ്പന്നം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിച്ച് കറക്റ്റായിട്ട് നല്ല പ്രോഡക്റ്റ് ആണെന്നും ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മറ്റൊരാളിലേക്ക് ഇത് പ്രിഫർ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഉപയോഗിച്ച് അതിന്റെ എല്ലാ ഗുണങ്ങളും എല്ലാ വശങ്ങളും മനസ്സിലാക്കി അതിന്റെ റേറ്റും കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ
നമുക്ക് വിശ്വാസത്തോടെ മറ്റൊരാളിലേക്ക് ശുപാർശ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ പൊതുവെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? ഞാൻ പറഞ്ഞു കുറച്ചു മുമ്പ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എല്ലാം ഏകദേശം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാൽ എന്ത്? ഒരു കമ്പനി നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയും അതോടൊപ്പം പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് അതിനെ റിക്രൂട്ട് ചെയ്ത് അവരിലൂടെ വഴി ഉണ്ടാകുന്ന വിൽപ്പനയിൽ കമ്മീഷൻ നേടുന്ന ബിസിനസ് സംവിധാനമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, നമുക്ക് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാം, നമ്മൾ അതിലൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അംഗമായിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഈ പ്രോഡക്റ്റുകൾ വിതരണം ചെയ്യാം. അവർ അത് മേടിക്കുന്നതിലൂടെ അവർക്കും അതിലൂടെ വരുമാനം നേടും, നമ്മൾക്കും അതിലൂടെ കമ്മീഷൻ നേടാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിങ്ങനെ സിസ്റ്റം അതിങ്ങനെ കണക്ട് ആയത് നെറ്റ്വർക്ക് ലിങ്ക് ആയിട്ട് അങ്ങനെ പോകും. നമുക്ക് മറ്റൊരാളിലേക്ക് കൊടുക്കാം, ആ ആൾക്ക് അടുത്ത മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കാം, അതിനുശേഷം അതിന്റെ അടുത്ത ആളുകൾക്ക്, അങ്ങനെ ഒരു ചങ്ങല പോലെ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനം എന്തുകൊണ്ടാണ് മികച്ചതാകുന്നത് എന്ന് വെച്ചാൽ, കുറഞ്ഞ നിക്ഷേപം, മികച്ച വരുമാനത്തിനുള്ള സാധ്യത. നമുക്ക് ഒരുപാട് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി എമൗണ്ടുകൾ, അല്ലെ, മൂലധനം എന്ന് പറഞ്ഞ പോലെ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പൈസ ആദ്യം ചെലവാക്കിയതിന് ശേഷമാണ് നമുക്ക് ഒരു വരുമാനത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഇതിൽ വളരെ കുറഞ്ഞ നിക്ഷേപം മതി എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ച് അനന്ത വരുമാനം. നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നു, നമ്മൾ നമ്മുടെ ആ ചങ്ങല അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് എത്രത്തോളം വ്യാപിക്കുന്നു, അതനുസരിച്ച് അനന്തമായ ഒരു വരുമാനത്തിന് സാധ്യത കിട്ടുന്നു. അതുപോലെ സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാക്കി നെറ്റ്വർക്ക് വിപുലീകരിക്കാം. നമുക്ക് സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാക്കി അതിലൂടെ നമ്മളുടേതായ ഒരു സിസ്റ്റം അല്ല, നമ്മളൊരു നെറ്റ്വർക്ക് ആളുകളെ നമ്മൾ അതിലേക്ക് ഒരു ടീമാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വിപുലീകരിച്ച് നമുക്ക് അതിലൂടെ വരുമാനം നേടാം. സ്വതന്ത്ര സമയത്ത് ജോലി ചെയ്യാനുള്ള സൗകര്യം, അത് വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കാരണം നമുക്കൊരു 9 to അല്ലെങ്കിൽ രാവിലെ 9 to 5 അങ്ങനെ ഒരു സിസ്റ്റം അല്ല ഇതില് നമുക്ക് ഏത് സമയത്തും പ്രവർത്തിക്കാം. നമുക്ക് രാവിലെ തുടങ്ങി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ രാത്രി പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിക്കാം. നമുക്ക് ഏതാണോ നമുക്ക് കറക്റ്റ് അനുയോജ്യമായ സമയം, ആ സമയത്ത് നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതാണ്. ഇതിലാരും ഇന്ന സമയത്ത് പ്രവർത്തിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമ്മളുടേതായ രീതിയിലാണ് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, ആ സമയം നമുക്ക് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ വ്യക്തിഗത വളർച്ചയും സാമ്പത്തിക സ്വാതന്ത്ര്യവും. നമ്മള് ആളുകളെ കണ്ട് ആളുകളെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് വ്യക്തിഗത വളർച്ച, അതായത് നമ്മളൊരു 10 പേരോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറും, നമ്മളുടെ വളർച്ച, സംസാരിക്കാനുള്ള രീതി മാറും. അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം, വരുമാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതൊരു വളരെ വലിയൊരു ലിങ്കാണ്. ഈ ലിങ്കിലേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനന്ത സാധ്യതയാണ്. അതായത് സ്വന്തമായിട്ടുള്ള വളർച്ചയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും അനന്ത സാധ്യതയാണ്. അതിന് നല്ല ഉൽപ്പന്നങ്ങൾ, ശരിയായ പ്ലാൻ, ശരിയായ ടീം, നല്ല ഒരു ഉജ്ജ്വല ഭാവി, ഇതെല്ലാം നൽകുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതായത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു.
ഒരു വരുമാനം കിട്ടേണ്ടത് എന്നാണ്. വ്യക്തമായ പ്ലാൻ, നിയമാനുസൃതമായ പ്രവർത്തനം, കമ്പനി വിവരങ്ങൾ, വരുമാന പ്ലാൻ, നിബന്ധനകൾ വ്യക്തവും സുതാര്യവുമായിരിക്കണം. അതായത് നമ്മളൊരു കമ്പനിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ കമ്പനിയുടെ വിവരങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. വരുമാനത്തിന് വേണ്ട പ്ലാനുകൾ ഉണ്ടായിരിക്കണം. അതിന്റെ നിബന്ധനകൾ ഇതുപോലെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല MLM കമ്പനി ആയിരിക്കും. അതുപോലെ സാധ്യമായ വരുമാനം പരിശ്രമത്തിനനുസരിച്ച്. ഇവിടെ കഠിനാധ്വാനവും കഴിവും സമയവും അനുസരിച്ച് യഥാർത്ഥ വരുമാനം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ സ്ത്രീയും പുരുഷനെയും വേർതിരിച്ച് കാണുന്നില്ല. പ്രായമായവരും യൗവനമുള്ളവര് അങ്ങനെ കാണുന്നില്ല. ആരാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ ദീർഘകാല നിലനിൽപ്പ്, ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, ഉപഭോക്താവിന്റെ സംതൃപ്തി, ദീർഘകാല ബിസിനസിന്റെ ലക്ഷ്യം. നമ്മളൊരു ലക്ഷ്യം വെക്കുകയാണ്, അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് വലുതാകുകയല്ലോ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്ത് ഒരു ദീർഘകാല ബിസിനസിന്റെ ലക്ഷ്യത്തിലൂടെ നമുക്ക് നേടാൻ പറ്റും എന്ന് അറിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കമ്പനി എന്നാണ് പറയുന്നത്. അപ്പൊ നല്ലത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് യഥാർത്ഥ ഉൽപ്പന്നവും സേവനവും ഉണ്ടാകണം. അതുപോലെ തന്നെ വിൽപ്പനയിൽ നിന്നായിരിക്കണം വരുമാനം നേടേണ്ടത്. വ്യക്തമായ പ്ലാൻ, അതായത് നിയമാനുസൃതമാണോ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. സാധ്യമായ വരുമാനം, നമ്മുടെ പരിശ്രമത്തിന് അനുസരിച്ച് സാധ്യമായ വരുമാനം കിട്ടണം. ദീർഘകാല ബിസിനസ് അല്ലെ, ദീർഘകാലം ഇതൊരു ഒരു ദീർഘകാലത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ചീത്ത ഇതാണെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. നല്ലതാണെങ്കിൽ അടുത്തത് ഉൽപ്പന്നമില്ല അല്ലെങ്കിൽ ഗുണമേന്മയില്ല. നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ കിടന്ന് അവിടെ ഒന്നില്ലെങ്കിൽ ഉൽപ്പന്നത്തിന് ഷോർട്ടേജ് വരുന്നത് എങ്ങനെയാണ്? ഷോപ്പുകൾ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഉൽപ്പന്നം മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഉൽപ്പന്നം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന് ഗുണമേന്മയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതുപോലെ പുതിയ ആളുകളെ ചേർക്കുന്നതിൽ നിന്നുള്ള വരുമാനം. ആളുകളെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് നിൽക്കുന്നതിനാണ് വരുമാനമെങ്കിൽ അതിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നല്ല ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റിന്റെ ഗുണങ്ങളാണ്. അതുപോലെ അത് വിറ്റിട്ട് കിട്ടേണ്ട പൈസയാണ്. അല്ലാതെ ആളുകളെ ഇതിനകത്തോട്ട് ചേർത്ത് നിൽക്കുന്നതിനായിരിക്കില്ല. അതായത് വ്യക്തതയില്ല. അതുപോലെ തന്നെ വ്യക്തതയില്ല, നിയമപരവുമല്ല. കമ്പനിയെ കുറിച്ച് നമുക്കൊരു വ്യക്തമായിട്ടുള്ള അറിവ് പറഞ്ഞു തരാൻ ആരുമില്ല. അതുപോലെ തന്നെ അവർ അതിന്റെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ ഈ കമ്പനി എത്ര നാളായി, ഇതിന് കറക്റ്റ് നിയമാനുസൃതമാണോ, ഇന്ത്യയിൽ ഇത് വർക്ക് ചെയ്യുന്നതിന് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നല്ലൊരു മറുപടി പറയാൻ ആളില്ലെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ കമ്പനിയിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ യാഥാർത്ഥ്യമില്ലാത്ത വരുമാന വാഗ്ദാനങ്ങൾ. നിങ്ങൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് കോടീശ്വരനാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു യാഥാർത്ഥ്യമില്ലാത്ത വരുമാനങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ ഓർക്കാം നമുക്കതിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അതുപോലെ തന്നെ വേഗത്തിൽ തകരുന്ന ബിസിനസ്. പുതിയ ആളുകൾ ഇല്ലാത്ത പക്ഷം പണം നഷ്ടമാകും. അതുപോലെ തന്നെ വേഗത്തിൽ തകരുന്ന ബിസിനസ്. ഇതുപോലെ ഒരുപാട് MLM കമ്പനികൾ തന്നെ നല്ലതല്ലാത്തതിൽ ചെന്ന് പെട്ടിട്ട് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുക്കണം, നല്ല കമ്പനിയാണോ ചീത്ത കമ്പനിയാണോ എന്നുള്ളത്. അതിനാദ്യം ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കറക്റ്റ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണോ എന്നും, അതുപോലെ കറക്റ്റ് വരുമാനം കിട്ടുന്നുണ്ടോ എന്നുള്ളതും, നിയമാനുസൃതമാണോ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരു സാധാരണക്കാരനെ ഒരു അസാധാരണക്കാരനായി മാറ്റുന്ന സിസ്റ്റമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നമുക്കറിയാം ഇന്ന് ഏതൊരു സാധാരണക്കാരനും ജീവിതം ജീവിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ യുദ്ധം ചെയ്യണേണ്. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് ഒരു മുന്നോട്ടവും ഇല്ലെങ്കിൽ ഒരു MLM കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെവല് തന്നെ മാറുന്നു എന്നുള്ളതാണ്. സ്വന്തം ബിസിനസ്, നമ്മൾ ആ ബിസിനസിനെ സ്വന്തം ബിസിനസ് ആയിട്ട് കരുതുക. സ്വന്തം ബിസിനസ് ആയിട്ട് നമുക്ക് നടത്താൻ കഴിയും. അതുപോലെ തന്നെ അധിക വരുമാനം, നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉയർന്ന നിലയിലെത്താം എന്നുള്ളതാണ്. അതുപോലെ സമയ സ്വാതന്ത്ര്യം, നമുക്ക് സ്വാതന്ത്ര്യം, ആ സമയം നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഉയർച്ചയിലെത്താം. വ്യക്തിഗത വളർച്ച, കുറച്ചു മുമ്പ് പറഞ്ഞു, കോൺഫിഡൻസ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് സ്വന്തം കമ്പനിയാണ്, സ്വന്തം ബിസിനസ് ആണെന്ന് കരുതി ഒരു MLM കമ്പനിയിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഫോളോ അപ്പിലൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയരത്തിലെത്താം.
അനന്തമായ അവസരങ്ങളാണ്. ഇന്നും നാളെയും എന്നും. ജീവിതം എന്ന് പറയുന്നത് ഒരു അസാധാരണക്കാരനെ അവൻ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നറിയാത്തൊരു സമയത്ത് നമുക്ക് ഏറ്റവും നല്ലൊരു നിലയിലെത്താൻ കഴിയുന്നത്. അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനോടൊപ്പം നല്ലൊരു ജീവിതം കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മുടെ ഫാമിലി, ആ ഫാമിലി നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ സഞ്ചാര സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. അതുപോലെ തന്നെ ബഹുമാനവും തിരിച്ചറിയലും കിട്ടുന്നു. മറ്റുള്ളവരുടെ ജീവിതം കൂടി മാറ്റാൻ അതും ഏറ്റവും നല്ലൊരു കാര്യമാണ്, അല്ലെ? നമ്മൾ രക്ഷപ്പെടുന്നു, നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു അനന്ത സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. നമ്മളും രക്ഷപ്പെടാം, നമ്മളുടെ കൂടെ ചേർന്ന ആളുകളെയും രക്ഷപ്പെടുത്താം, നമുക്ക് വലിയ ഉയർന്ന നിലയിലെത്താം. അടുത്തത് ബാർട്ടർ സമ്പ്രദായം. ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബാർട്ടർ സമ്പ്രദായം. അതായത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു ബിസിനസ് രീതിയാണിത്. അതായത് അന്നത്തെ കാലത്ത് പണം അങ്ങനെ ഒരു ഇത് അവർ ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു സമയത്ത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായി കൈമാറ്റം ചെയ്ത് ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന ഒരു പഴയകാല ബിസിനസ് രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്താണോ അധികമുള്ളത് ആ ഒരു സാധനം കൊടുത്തിട്ട് മറ്റുള്ളവരുടെ കയ്യിലുള്ള എന്താണോ ഉള്ളത് അത് തിരിച്ചു മേടിക്കുന്ന ഒരു രീതി. അതായത് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിട്ട് ഉള്ള ഒരു രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് പണം ഇല്ലാതെ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ട് പക്ഷത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറും. സമമായ മൂല്യമുള്ള വസ്തുക്കളുടെ കൈമാറ്റം. അതുപോലെ വിശ്വാസവും പരസ്പര ബഹുമാനവും പ്രധാനമാണ്. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, തൊഴിലുകൾ പ്രാധാന്യം. ഉദാഹരണത്തിന് അരി കൊടുത്ത് പയറ് മേടിക്കുന്നു, തേങ്ങ കൊടുത്ത് എണ്ണ മേടിക്കുന്നു, വാഴപ്പഴം കൊടുത്ത് പച്ചക്കറി മേടിക്കുന്നു. ഇത് അങ്ങടും ഇങ്ങടും നടക്കുന്നുണ്ട് കേട്ടോ. അരി കൊടുത്തിട്ട് ആള് പയറ് മേടിക്കുമ്പോൾ അതായത് അങ്ങും ഇങ്ങും ഒരു മാറ്റക്കച്ചവടം. അതുപോലെ സമൂഹത്തിൽ ഐക്യവും സഹകരണവും വളർത്താം. ആവശ്യമുള്ള വസ്തുക്കൾ ലഭിക്കാൻ സഹായിക്കുന്നു. സാമ്പത്തിക വ്യവസ്ഥയുടെ ആദ്യ രൂപമാണ് ഇത്. പിന്നീട് ഈ ബാർട്ടർ സമ്പ്രദായം കറക്റ്റ് ആയിട്ട് നടന്നെങ്കിലും പിന്നീട് ആളുകൾക്ക് തോന്നി ഇതിന്റെ മൂല്യം കറക്റ്റ് അല്ല എന്നുള്ളത്. കാരണം ഒരു അരിയുടെ മൂല്യമല്ല പയറിനുള്ളത്, പയറിന്റെ മൂല്യമല്ല തേങ്ങക്കുള്ളത്. പിന്നീട് വന്നതാണ് രൂപ വന്നു തുടങ്ങി. രൂപയിലൂടെ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു രീതി അടുത്തതായിട്ട് വന്നു തുടങ്ങി. അങ്ങനെ രൂപ വന്നു, രൂപയിലൂടെ സാധനങ്ങൾ മേടിക്കുന്ന ഒരു രീതി വന്നു. അതിനെയാണ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ രീതിയാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ നടക്കുന്ന ഒരു കച്ചവട രീതിയെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പരമ്പരാഗത മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നു. ഇവിടെ ഒരു കമ്പനി 50 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം, ഇവിടെ കുറച്ച് പിക്ചർ കാണിച്ചിട്ടുണ്ട്, അല്ലെ? അതെങ്ങനെയാ കാണിച്ചിരിക്കുന്നത്? അതിനു മുമ്പ് കസ്റ്റമർ ആയിട്ടുള്ള നമ്മൾ എവിടെ നിന്നായിരിക്കും സാധനങ്ങൾ മേടിക്കുന്നത്? നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ടായിരിക്കും പ്രോഡക്റ്റ് മേടിക്കുന്നത്, അല്ലെ? അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നു. ഇതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് അറിയുന്നത്? നമ്മൾ ടിവിയിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെ, റേഡിയോയിലൂടെ എല്ലാം നമ്മൾ അറിയുന്നു. നമ്മളൊരു പ്രോഡക്റ്റിന്റെ പരസ്യങ്ങൾ കേൾക്കുന്നു, അത് കേട്ടിട്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ചേട്ടാ ആ ഒരു സാധനം, അല്ലെങ്കിൽ ആ കടക്കാരനോട് പറയും ആ ഒരു പ്രോഡക്റ്റ് വേണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുക്കുന്നു. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പിക്ചർ നോക്കിയാൽ മതി. ഈ റീറ്റെയിൽ ഷോപ്പുകാരന് സാധനങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ്. ഹോൾസെയിൽ ഷോപ്പുകാരൻ എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്? ഏജന്റിന്റെ കയ്യിൽ നിന്ന്. ഏജന്റ് എവിടെ നിന്നായിരിക്കും? കമ്പനിയിൽ നിന്ന്. അതായത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ കമ്പനിയിൽ നിന്നും ഏജന്റ്, ഏജന്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും ഹോൾസെയിലിൽ നിന്ന് റീറ്റെയിൽ. ഈ റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ടാണ് സാധാരണക്കാരെന്നല്ല, പൊതുവെ എല്ലാവരും തന്നെ പ്രോഡക്റ്റ് മേടിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നും മേടിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന വില. ഇതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് കമ്പനിയിലായിരിക്കും, അല്ലെ? ആ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ഈ ഏജന്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഹോൾസെയിൽ, റീറ്റെയിൽ ഷോപ്പുകാര് ഇവരുടെ കമ്മീഷൻ എല്ലാം എടുത്തു കഴിഞ്ഞ്
അത് കൂടാതെ മറ്റൊരു കൂട്ടരാരാണ്? പരസ്യക്കാര്. അവര് പരസ്യം ഉണ്ടാക്കുന്നത് ഭീമമായ തുകക്കാണ് അല്ലെ? നല്ല നല്ല സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ടാണ് അവര് പരസ്യം നിർമ്മിക്കുന്നത്. കോടികൾ കൊടുത്തിട്ടാണ്, ഈ സെലിബ്രിറ്റീസിന് കോടികൾ കൊടുത്തിട്ടാണ് അവർ ആ പരസ്യം ചെയ്യുന്നത്. ഇത് ടിവിയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റേഡിയോയിൽ ഏതൊരു മാധ്യമം ആയിക്കോട്ടെ, ഇന്റർനെറ്റ് ഏതൊരു മാധ്യമത്തിലൂടെ കണ്ടിട്ട് നമ്മൾ പോയിട്ട് ആ പ്രോഡക്റ്റ് മേടിക്കും. ഈ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ 50 രൂപയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ അതിന് 100 രൂപ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതായത് ഇരട്ടി തുക കൊടുത്തിട്ടാണ് നമ്മൾ ഏതൊരു പ്രോഡക്റ്റും മേടിക്കുന്നത്. നമ്മൾ ജോലിയെടുത്ത് സമ്പാദിക്കുന്ന പൈസ നോർമലി ഉള്ള വിലയേക്കാളും ഇരട്ടി പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് കയ്യിൽ സമ്പാദ്യം ഉണ്ടാവോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണോ സംഭവിക്കുന്നത്? ആലോചിക്കണം. ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഇരട്ടി വില പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നഷ്ടമാണ്. നമുക്ക് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത് ഉയർന്ന വിലയ്ക്കാണ്. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഉയർന്ന വിലക്കാണെന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ ട്രഡീഷണൽ മാർക്കറ്റിലെ ദോഷവശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെയാണ് ഉയർന്ന വില അല്ലെ? പ്രിന്റിങ്, പരസ്യം, വിതരണ ചെലവ് തുടങ്ങിയ കാരണം പറഞ്ഞ് ചെലവ് കൂടുതലാണ്. എന്തുകൊണ്ടിട്ടാണ്? ഈ അഡ്വർടൈസ്മെന്റും അവരുടെ കമ്മീഷനും എല്ലാം പറയുമ്പോൾ പ്രോഡക്റ്റ് 50 രൂപയാണെങ്കിൽ ഇവിടെ 100 രൂപയായി. അതുകൊണ്ട് ഉയർന്ന വിലയായിരിക്കും. തീർച്ചയായിട്ടും ഏതൊരു പ്രോഡക്റ്റും ഉയർന്ന വിലയായിരിക്കും. അതുപോലെ ഈ പ്രോഡക്റ്റിന്റെ വില എന്നെങ്കിലും താഴ്ന്ന് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഒരു പ്രാവശ്യം പോയി ഒരു പ്രോഡക്റ്റ് കടയിൽ പോയി മേടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏതെങ്കിലും കടക്കാരൻ പറയുമോ വില കുറഞ്ഞിട്ടാ സാധനങ്ങൾ മേടിച്ചോന്നു? ഒരിക്കലും പറയാം. വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അടിക്കടി വിലക്കയറ്റം, അച്ചടി പേപ്പർ, മാർക്കറ്റിംഗ് ചെലവ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. കൂടുതലായിട്ട് പെട്രോളിനും ഡീസലിനും ഒക്കെ എന്താണ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് അവർ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൂടുമെന്നും പറഞ്ഞ് റേറ്റ് കൂടുതൽ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും യുദ്ധങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും അസംസ്കൃത വസ്തുക്കൾ ലഭ്യതയില്ല എന്നും പറഞ്ഞു വില കയറ്റം. അതായത് ഒരിക്കലും വില താഴുന്നില്ല, എന്നാൽ അതനുസരിച്ച് റേറ്റ് കൂടുന്നുമുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആണ്. 2006 സർവേ പ്രകാരം, ഇന്ത്യയിലെ 2006 സർവേ പ്രകാരം 52% ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 2006 52% ആണെങ്കിൽ ഇന്നിപ്പോ 2026 ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും? പ്രോഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് കൂടിയിട്ടുണ്ടായിരിക്കും, കുറഞ്ഞിട്ടുണ്ടായിരിക്കും? നമ്മളൊന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെ? കാരണം ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കമ്പനി അവരുടെ കമ്പനി നശിക്കാനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കും? ഒരിക്കലുമില്ല. കമ്പനി എന്നും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഇതിന്റെ ഇടയിൽ ഇടനിലക്കാരുണ്ട് അല്ലെ? ഇടനിലക്കാരുണ്ട്. ആ ഇടനിലക്കാർ എന്ത് ചെയ്യും? സെയിം പാക്കറ്റില് ക്വാളിറ്റി തരും. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെന്നല്ല, നോർമലി ഉള്ള മനുഷ്യര്, ഇന്ത്യയിലുള്ള ഏതൊരു മനുഷ്യരാണെങ്കിലും നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അവിടെ ചെന്ന് മേടിക്കുമ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം സെയിം പാക്കിംഗ് ആണ്, അതിന്റെ ഉള്ളിലിരിക്കുന്ന പ്രോഡക്റ്റ് സെയിം പോലെ തോന്നും, പക്ഷെ ഉപയോഗിക്കുമ്പോൾ അറിയാൻ പറ്റും അത് സെയിം അല്ല എന്നുള്ളത്. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ കോൾഗേറ്റ്, ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് ആണ് കോൾഗേറ്റ്. എത്രയോ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകളാണ് കോൾഗേറ്റിൻ്റെത് പിടിച്ചെടുത്തത്. ഇത് കോൾഗേറ്റ് കമ്പനിക്കാർക്ക് പോലും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അത്രയും ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്വാളിറ്റി കുറഞ്ഞ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? പല്ലിന് യാതൊരു ഗുണവും കിട്ടില്ല. കാരണം നമുക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ ചുറ്റും നമുക്കൊന്ന് കണ്ണോടിച്ചാൽ അറിയാം, നമ്മളുടെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകള്, സോറി, ഏറ്റവും അധികമായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകള്, അതുപോലെ ഡെന്റൽ ക്ലിനിക്കുകള് നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാത്തിലും മായമാണ്. മഞ്ഞപ്പൊടി ആയിക്കോട്ടെ, മുളക് പൊടി ആയിക്കോട്ടെ, മല്ലിപ്പൊടി ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിലൂടെ ഏറ്റവും കൂടുതൽ മായം ചേർന്ന പ്രോഡക്റ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇതേപോലെ
ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും കളർ ചേർന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാൻസർ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇത് പണ്ട് കാലത്ത് ക്യാൻസർ ഒക്കെ നമ്മൾ വെറുതെ സിനിമയിലൊക്കെ കേട്ട ഒരു അനുഭവമാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു രോഗമായി കഴിഞ്ഞു. എന്തുകൊണ്ടിട്ടാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റിലൂടെ. അടുത്തതായിട്ട് പറഞ്ഞ പോലെ തന്നെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ രോഗങ്ങൾ വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം വ്യാജവസ്തുക്കൾ, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്. വ്യാജവസ്തുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മായം ചേർന്ന ഭക്ഷണങ്ങളാണ്. മായം ചേർന്ന ഭക്ഷണങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം നമ്മൾ രോഗികളായിട്ട് തീരുന്നു. ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ആശുപത്രികൾ, മൾട്ടി ലെവൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ രോഗങ്ങൾ കുറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടിട്ടാണ്? അത് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അടുത്തതായിട്ട് 90% മൾട്ടിനാഷണൽ കമ്പനി ഉൽപ്പന്നങ്ങൾ. എന്തുകൊണ്ടാണ് മൾട്ടിനാഷണൽ കമ്പനി ഉൽപ്പന്നങ്ങളാണെന്ന് പറയുന്നത്? 90%. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ജനപ്പെരുപ്പമുള്ള നാടാണ് അല്ലെ? ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യക്കാർക്കറിയാം ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ള മേഖലയാണെന്ന്. അതുകൊണ്ട് മറ്റു രാജ്യക്കാർ എന്ത് ചെയ്യും? ഇവിടെ വന്ന് പ്രോഡക്റ്റ് വിൽക്കുന്നു. അതായത് നമ്മളുമായിട്ട്, ഇന്ത്യയുമായിട്ട് ടൈപ്പ് നടത്തിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിലും നമ്മളെപ്പോലെ ഈ ജനപ്പെരുപ്പ്, ഇത്രയും ജനങ്ങളുള്ള ഈ ഒരു ഏറ്റവും നല്ല വിപണനത്തിന് സാധ്യതയുള്ള ഈ സ്ഥലത്ത് സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ അവർക്ക് ഭീമമായ തുക ലാഭം ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ട പല ലാഭങ്ങളും മറ്റു രാജ്യത്തേക്ക് പോകുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മാഗി നൂഡിൽസിന്റെ ഒരു ഇതാണ്. പക്ഷെ മാഗി എന്ന് പറയുന്നത് ഒരു മൾട്ടി നാഷണൽ കമ്പനിയാണ്. MNC പ്രോഡക്റ്റുകളാണ്. അതുപോലെ തന്നെ ആശീർവാദ് ആട്ട, അതുപോലെ തന്നെ സർഫ് എക്സൽ, അത് പല കമ്പനികളും നമ്മൾ ഹോർലിക്സിന്റെ കമ്പനി, കുട്ടികളുടെ പ്രോഡക്റ്റുകളാണ്. പക്ഷെ ഇതെല്ലാം എന്താണ്? MNC കമ്പനികളാണ്, മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രോഡക്റ്റ് ആണ്. അതിലൂടെ ഒരു ബ്രിട്ടീഷ് കമ്പനിയുടേതാണ് ഹോർലിക്സിന്റേത്. മാഗിയുടേതാണെങ്കിൽ ന്യൂസിലാൻഡ് അങ്ങനെ എന്തോ, സോറി, ഏതോ വേറൊരു കമ്പനിയാണ്. അപ്പൊ അതുപോലെ തന്നെ മറ്റ് രാജ്യക്കാര് ഇതിന്റെ ലാഭം മുഴുവൻ കൊണ്ടുപോകുന്നതിലൂടെ